അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ്. ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരുന്നാൽ ശാരീരികമായ ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി വരും. അതുകൊണ്ട് എല്ലാവരും വെള്ളം കുടിക്കണം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു സൃഷ്ടിയാണ് വായു. പ്രാണ നിലനിൽപ്പിന് വേണ്ടി അവൻ സംവിധാനിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണത്. അതുപോലെ മറ്റൊരു സൃഷ്ടിയാണ് വെള്ളം. ജീവനും ആരോഗ്യവും സുഗമമായി നിലകൊള്ളാൻ വായുവും വെള്ളവും ഇല്ലാതെ ഒരു മനുഷ്യനും കഴിയില്ല. മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണ വിഷയത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വെള്ളമാണ്. അതേസമയം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കാനും രോഗമുണ്ടാക്കാനും അതിന് കഴിവുണ്ട്. ഈ പറഞ്ഞ രണ്ട് രീതിയും അതിൻ്റെ ഉപയോഗക്രമത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. വെള്ളം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് ഉപയോഗിക്കാനുള്ള രീതി എന്തെല്ലാമാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് നിർദ്ദേശിച്ച വിധത്തിലുള്ള ഉപയോഗം ആരോഗ്യത്തിന് ഉപയുക്തമാണ്. രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ്. തിരുമേനി അരുതെന്ന് പറഞ്ഞ ഉപയോഗങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്, രോഗബാധക്ക് നിമിത്തമാകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. നമ്മൾക്കൊരുപാട് കേട്ടതുമാണ്, അറിഞ്ഞതുമാണ്, അറിവുള്ളതുമാണ്. എന്നാലും നമ്മളൊന്നും അത് ശ്രദ്ധിക്കൂല. എന്താണ്? ഒറ്റ വീർപ്പിന് വെള്ളം കുടിച്ച് തീർക്കരുത്. ചില ആളുകൾ കണ്ടിട്ടുണ്ടല്ലോ, വായി മേലോട്ടാക്കി ജഗ്ഗിൽ വെള്ളം ഇങ്ങനെ വെച്ച് മടമടാന്ന് കുടിക്കും ചില ആളുകൾ. അങ്ങനെ കുടിക്കരുത്. ഒറ്റ വീർപ്പിന് വെള്ളം കുടിച്ച് തീർക്കരുത്. 2 or 3 പ്രാവശ്യമായിട്ടാണ് കുടിക്കേണ്ടത്. ദാഹശമനത്തിനും ആഹാരദഹനത്തിനും ദേഹബലത്തിനും, അതായത് ശരീരത്തിന് നല്ല ബലം ഉണ്ടാവും, അതാണ് ഉത്തമം. അങ്ങനെ കുടിക്കലാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയാണത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിച്ചിരുന്നത് 3 പ്രാവശ്യം പുറത്തേക്ക് ശ്വാസം വിട്ട് 3 മുറുക്കായി കൊണ്ടായിരുന്നു. ഒറ്റ വലിക്ക് കുടിച്ചിരുന്നില്ല എന്നർത്ഥം. അതുപോലെ ഒറ്റ വലിക്ക് കുടിച്ചാൽ അതിന് പല രോഗങ്ങളും പല പ്രയാസങ്ങളും നമുക്കുണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് നെഞ്ചുവേദന. ചിലപ്പോൾ അതുണ്ടാകും. നിന്ന് വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ സംസം വെള്ളം നിന്ന് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിന് കുഴപ്പമില്ല. എന്നാലും ഇരുന്ന് കുടിക്കലാണ് നല്ലത്. നിന്നുകൊണ്ടുള്ള വെള്ളം കുടി ഉദര രോഗം ഉണ്ടാവും. അതുപോലെ മൂത്രസംബന്ധമായ പല അസുഖങ്ങളും ഉണ്ടാവും. വൈദ്യശാസ്ത്രം ഉത്ബോധിപ്പിക്കുന്നുണ്ട്, നിന്ന് ജലപാനം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുപ്പുള്ളതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്നെന്താ, ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന കാരണങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഹസ്രത്ത് സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭക്ഷണത്തിന് മുമ്പും കാലത്തും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെയും നീ വെള്ളം കുടിക്കരുത് എന്ന്. ചില ആളുകൾക്ക് പറയും ഉണർന്ന് നീച്ചാൽ ഉടനെ വെള്ളം കുടിക്കണമെന്ന്. പക്ഷേ എങ്ങനെ ചെയ്യേണ്ടറിയോ? ഭക്ഷണത്തിൻ്റെ മുമ്പ് പറഞ്ഞാൽ തൊട്ട് മുമ്പ്, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും നമ്മൾ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം മുമ്പിൽ ഇരുന്നിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ്, നേരെ മുമ്പ് വെള്ളം കുടിക്കരുത്. ഒരു 10 മിനിറ്റ് മുമ്പോ 5 മിനിറ്റ് മുമ്പോ അരമണിക്കൂർ മുമ്പോ ഒക്കെയാണ് വെള്ളം കുടിക്കേണ്ടത്. അതുപോലെ കാലത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ, നമ്മൾ ഉറക്കുന്നിവിടെ ഉണരുകയാണ്, ഇപ്പോൾ ഒരു 5 മണിക്ക് ഉണരുകയാണ്, ആ ഉണർന്ന ഉടനെ തന്നെ ഉറക്ക് ശരിക്ക് തെളിയാത്തതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളം കുടിക്കും. അങ്ങനെ കുടിക്കരുത്. ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വുളുവൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. നമ്മളെ ശരീരം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണല്ലോ, ആ സമയത്ത് പെട്ടെന്ന്
വെള്ളം കുടിക്കുന്നത് നല്ലതല്ല, പല അപകടങ്ങളും അതുകൊണ്ടുണ്ടാക്കും. ഉറങ്ങി എഴുന്നേറ്റ് നല്ല ഉഷാറായതിനു ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് പാത്രത്തിലേക്ക് ശ്വാസം വിടാൻ പാടില്ല. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും നമ്മൾ ആരും അത് ശ്രദ്ധിക്കൂല. ഊതി കുടിക്കാൻ പാടില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചതാണ്. നബി ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാളും ജലപാനം നടത്തുമ്പോൾ പാത്രത്തിലേക്ക് ശ്വാസം വിടരുത്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ. കാരണം എന്താ അറിയുക, വെള്ളം ഭയങ്കര ഔഷധമാണ്. അത് കുടിക്കേണ്ട സമയത്ത്, കുടിക്കേണ്ട രീതിയിൽ, കുടിക്കേണ്ട രൂപത്തിൽ നമ്മൾ കുടിക്കണം. എങ്ങനെയെങ്കിലും അത് വെള്ളം കുടിക്കാൻ പാടില്ല. എപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടി നോക്കുക. കാരണം ഇരിക്കാതെ വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ വായിലൂടെ ഒരൊറ്റടിക്ക്, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് താഴേക്ക് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക, മണ്ണിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മേലെ നിന്ന് താഴേക്ക് മണ്ണിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ ആ വെള്ളം വീഴുന്ന മണ്ണ് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും, മണ്ണ് തെറിച്ചു പോകും. അതുപോലെ തന്നെയാണ് നമ്മളെ വായിലൂടെ നിന്നുകൊണ്ട് വെള്ളം ഒഴിക്കും, അത് നമ്മളെ ആമാശയത്തിന് കേട് സംഭവിക്കും, പരിക്ക് സംഭവിക്കും. ഇരുന്ന് കുടിക്കുമ്പം ആ പ്രശ്നം അവിടെ വരുന്നില്ല. മനസ്സിലായല്ലോ? അതുപോലെ വെള്ളം ഒരു ഔഷധമാണ്, അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. വെള്ളം ഒരു നിലക്കും അമിതമായി ചെലവാക്കാൻ പാടില്ല. വെള്ളം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ശരീരശക്തിക്കും ഉന്മേഷത്തിനും രോഗപ്രതിരോധ ശക്തിക്കും രോഗങ്ങൾ വരാതിരിക്കാനും ദഹനത്തിനും നമ്മുടെ കിഡ്നിക്കും ലിവറിനും ആമാശയത്തിനും നമ്മുടെ ബ്ലഡിനും എല്ലാത്തിനും യഥേഷ്ടം ജലം